ഇന്നത്തെ പരിപാടി ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കാറുള്ളതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഡെസ്കിൻ്റെ ഇപ്പോഴത്തെ കോലം ഏതാണ്ട് ഇങ്ങനെയാണ്. എത്ര ഒതുക്കി വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പം ഇങ്ങനെയൊക്കെ ആവും. പിന്നെ ഈ സ്റ്റഡി ഡെസ്കൊക്കെ കിട്ടിയത് തന്നെ ഈയിടെയാണ്. പഠിക്കാൻ ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡെസ്ക് ഇങ്ങനെ കോർണറിൽ കൊണ്ടിട്ടത്. ഈ ജനലിൽ നിന്ന് ലൈറ്റ് കിട്ടുമ്പോൾ നല്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് വിചാരിച്ച ഔട്ട്പുട്ടൊന്നും കിട്ടിയില്ല. ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു ടീപ്പോയിൽ വെച്ചായിരുന്നു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഈ ജനലിനടുത്ത് ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസ് കൊണ്ട് വെച്ചിട്ട് ഇതിന് മുകളിൽ വെച്ച് ചെയ്യാറുണ്ട് ക്രാഫ്റ്റൊക്കെ. ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുപ്പിയാണ് ഉപയോഗിക്കാറ്. അതെല്ലാം നന്നായിട്ട് വരികയും ചെയ്തു കേട്ടോ. ജനലിന് നടുവിലായതുകൊണ്ട് നല്ല ലൈറ്റും കിട്ടാറുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോൺ ഇറക്കി വെക്കും. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ എല്ലാ വീഡിയോസും ചെയ്തത്. ചിലപ്പോഴൊക്കെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ മറിഞ്ഞു പോകാറുണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ട്രൈപോഡ്. പക്ഷേ വാങ്ങിയെന്നല്ലാതെ ഇതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. വില കുറവായതുകൊണ്ടും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ റിവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിയത്. താഴെപ്പോയി ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ ഇടയ്ക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കാറ്. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ നല്ല പാടാണ്. ഫോണിൻ്റെ വെയിറ്റ് കാരണം നല്ല കുലുക്കമുണ്ട്. ഇനി ഈ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ച് നോക്കിയിട്ട് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റാം. എനിക്ക് നല്ല വൈറ്റ് കളറിലുള്ളൊരു എസ്തെറ്റിക് ടേബിൾ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇതെനിക്ക് ഒരാൾ തന്നതാണ്, ഒരു റിലേറ്റീവ്. പുതിയ വൈറ്റ് ടേബിൾ വാങ്ങലൊന്നും ഉടനെ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ടേബിൾ തന്നെ മേക്ക് ഓവർ ചെയ്യാം. ഇതിന് മുകളിലൊരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചാൽ മതി, സെറ്റാവും. പക്ഷേ ഇപ്പോൾ വാൾപേപ്പർ ഇല്ല. പിന്നെ മാക്സിമം എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റാക്കാം എന്നാണല്ലോ നമ്മുടെ അജണ്ട. അപ്പോൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം. പൊടി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ തുടച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം എനിക്കൊരു വൈറ്റ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഫുള്ളായിട്ട് ആ ടേബിൾ തികയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ബാക്കി പോർഷൻ ഒരു വൈറ്റ് കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഓർഗനൈസേഴ്സൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കിയതാട്ടോ. ഇതിന് ചെറിയ ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം. പിന്നെ വാൾപേപ്പറോ കളർ പേപ്പറോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. എല്ലാം നമുക്ക് വഴിയെ സെറ്റാക്കാം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസേഴ്സ് നമുക്ക് ഉണ്ടാക്കണം. കാലം കട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റേണ്ടതുകൊണ്ട് ഞാൻ എല്ലാം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവച്ചു. ആ ടേബിളിൻ്റെ സൈഡിലായിട്ട് ആ ഫോൺ സ്റ്റാൻഡും കുത്തി വെച്ച് കൊടുത്തു. ക്ലോത്തിൻ്റെ മുകളിലായതുകൊണ്ടായിരിക്കും ഇപ്പോൾ അത്യാവശ്യം ഗ്രിപ്പൊക്കെ കിട്ടി. ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ദിവസം ഈ ടേബിൾ ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ അഴുക്കാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ വാൾപേപ്പർ അല്ലല്ലോ, ക്ലോത്ത് അല്ലേ, അതുകൊണ്ട് എന്തായാലും തുടയ്ക്കാനും പറ്റത്തില്ല. അങ്ങനെ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചന്ദനത്തിരിയും മെഴുകുതിരിയൊക്കെ കത്തിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു തീപ്പൊരി വീണിട്ട് ചെറുതായിട്ട് ഹോളൊക്കെ വീണു. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇതിന് മുകളിൽ ആ ഫോൺ സ്റ്റാൻഡ് കുത്തിയപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇടയ്ക്കൊക്കെ കുലുക്കമുണ്ട്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ടേബിൾ കുറച്ച് വൈറ്റ് ആയപ്പോൾ തന്നെ വീഡിയോസിലൊക്കെ നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വോളിൽ കാണുന്നത് ഞാൻ ഈ വർഷം തുടക്കത്തിൽ ഒട്ടിച്ച് വെച്ചതാണ്. തെർമോക്കോളിൻ്റെ പുറത്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്തതാണ്. ടു ഡു ലിസ്റ്റോ റിമൈൻഡേഴ്സോ എന്തെങ്കിലും കോഡ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി വെച്ചതാണ്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഈ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. ഇത് എസ്തെറ്റിക്കൊക്കെ ആക്കി എടുക്കണമെങ്കിൽ ഇനി ഒരുപാട് പണിയുണ്ട്. അതൊക്കെ നമുക്കൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണിതെന്ന് എനിക്കറിയാം. പിന്നെ ഇത് അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ ഒരു വലിയ താങ്ക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. ഈ ഫോൺ മെമ്മറി പെട്ടെന്ന് തന്നെ ഫുൾ ആവുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പം നല്ലൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ബൈ ബൈ, ടാറ്റാ.